ഐശ്വര്യപൂർണമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കേരളം 2025 വൻ പുരോഗതികൾ കൈവരിക്കാൻ സാധിക്കുന്നൊരു വർഷമായിരിക്കും. ഈ 2020 തുടക്കത്തിൽ MLA അറസ്റ്റ് ചെയ്ത് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് അകത്താക്കി. ഞാൻ നിങ്ങളുടെ പത്രത്തിൽ ഇപ്പോൾ കണ്ടു, വായിച്ചു. അതിനപ്പുറം എനിക്കത് സംബന്ധിച്ച് അറിഞ്ഞു. ശരിയാണോ അങ്ങനെ MLA വീട് വളഞ്ഞൊക്കെ അറസ്റ്റ് ചെയ്ത്? അല്ലാതെ ഇതിൻ്റെ ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് എനിക്കറിയുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ്, ഇന്ന് രാവിലെ പത്രമെടുത്തപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് അറിയാവുന്ന കാര്യം ചോദിച്ചത്, ഈ പെരിയ കേസിലെ കുറ്റവാളികളെ ജയിലിൽ പോയി രാജൻ സംരക്ഷിക്കുന്നത് ശരിയാണോ? നിരപരാധികൾ ആ കേസിലുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് UDF ചെയ്തത്, BJPക്കാർ ചെയ്തത്. ഞാനതാ ചോദിക്കുന്നത്. അതുപോലെ എത്ര സംഭവങ്ങളുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിലല്ലേ വയനാട്ടിൽ കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറിയും മകനും, യഥാർത്ഥത്തിൽ അതൊരു കൊലപാതകമല്ലേ? ആത്മഹത്യയാണെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് കോടികൾ വാങ്ങി ആ നേതാവിനെയും മകനെയും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി അവർ ആത്മഹത്യ ചെയ്തില്ലേ? ഇരട്ട കൊലപാതകമല്ലേ? എന്താരും പ്രതികരിക്കാത്തത്? എത്ര ഭീകരമായ സംഭവമാണ്. നിങ്ങളീ പറയുന്ന പെരിയക്കടുത്താണ് ചീമേനി. 5 പേരെ പാർട്ടി ഓഫീസർക്കാർ പിടിച്ചുകൊണ്ട് വന്ന് വെട്ടി നുറുക്കി പെട്രോൾ ഒഴിച്ച് ജീവനും കൊണ്ട് പുറത്തേക്കോടുന്ന ആളുകളെ പിന്തുടർന്ന് ചെന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്ന സ്ഥലമാണത്. കോൺഗ്രസ് നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള നടപടിയാണ്. ഈ ഭീകരത കേരളത്തിൽ സൃഷ്ടിച്ചതും കൊണ്ടു നടന്നതും കോൺഗ്രസ്സാണ്. ഇവിടെ നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എടുത്തുപയോഗിക്കുന്നു. പാർട്ടി നേതാക്കന്മാരെ പ്രതികളാക്കി രാഷ്ട്രീയമായി തിരിച്ചുവിടാൻ നോക്കി. നിരപരാധികൾ കേസിൽപ്പെട്ടാൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. KV കുഞ്ഞിരാമൻ MLA പോലെ, ex-MLA പോലെയുള്ള ഒരാൾ ബോധപൂർവം കേസിൽപ്പെടുത്തി, CBI ഉപയോഗിച്ച് കേസിൽപ്പെടുത്തി കുറ്റമാരോപിച്ച് പാർട്ടിയെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരണോ? നിങ്ങൾ പാർട്ടി ആക്രമിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും ചേരണോ? നിങ്ങൾ ചെയ്യുന്നത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളേ അല്ല. നിങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും. ഒരു ജയിൽ ഉപദേശക സമിതി അംഗത്തിന് ഇപ്പോഴും ജയിലിൽ പോകാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അവകാശമുണ്ട്. അതിലെന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം അദ്ദേഹം ചെയ്തതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, ഗവേഷണ സ്വഭാവമുള്ള മാധ്യമപ്രവർത്തകരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങൾ ഇതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കൂ. ഞങ്ങൾ എന്നും ജനങ്ങളുടെ പക്ഷത്താണ്. എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. എന്നെ കൊല്ലാൻ വന്നതല്ല ഈ കേരളത്തിൽ. വാടക കൊലയാളികളെ എടുത്ത് എന്നെ വെടിവെച്ച് കൊല്ലാൻ പുറപ്പെട്ട കേരളമല്ലേ ഇത്? കോൺഗ്രസ് അല്ലേ ക്രിമിനലുകളെ, RSS ക്രിമിനലുകൾ ഉപയോഗിച്ചത്? എത്രയെത്ര സംഭവങ്ങൾ. അതൊന്നും നമ്മൾ അങ്ങനെ പെട്ടെന്ന് മറന്നു പോകരുത്. ചീമേനിയിലെ നിഷ്ഠൂരമായ കൊലപാതകം, ഇന്നലെ റിജിത്തിൻ്റെ വിധി, എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച അവൻ്റെ വിധി വരുന്നുണ്ട്. എത്ര നിഷ്ഠൂരമായ കൊലപാതകമാണത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കാറില്ല. രാജ്യത്ത് സമാധാനവും ജനസംരക്ഷണവും ഉറപ്പുവരുത്താൻ അങ്ങേറ്റം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്. ആ പാർട്ടി എപ്പോഴും നീതിയുടെ പക്ഷത്തായിരിക്കും, ജനങ്ങളുടെ പക്ഷത്തായിരിക്കും.